ബിടെക് 3G ആണ് ഒരു മാസം മുന്നേ ഓടാൻ തുടങ്ങും. എക്സാം ടൈമിൽ പിന്നെ ഫുള്ള് ഓട്ടോ ആയിരിക്കും. ആ ഗേൾ ഫ്രണ്ടായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സപ്ലൈയെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ഈ വീഡിയോയിൽ നമുക്കൊരു കോൺഡൊണേഷനെ പറ്റി പറയാൻ വേണ്ടിയാണ് വന്നത്. നോർമലി എനിക്കും കോൺഡൊണേഷൻ ഞാൻ അടച്ചിട്ടുണ്ട്. രണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ബിടെക് പഠിക്കുമ്പോൾ രണ്ട് കൺഡൊണേഷനകത്ത് ഒരു കൺഡൊണേഷനകത്തും എത്ര സബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ കൺഡൊണേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറ്റൻഡൻസ് കുറവ്. എന്ന് വെച്ചാൽ അറ്റൻഡൻസ് കുറയാൻ കാരണം എന്തുവാ, നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ കറങ്ങാൻ പോകും, അല്ലെങ്കിൽ നമ്മൾക്ക് ഗേൾ ഫ്രണ്ടായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ വരില്ല. അങ്ങനെ അറ്റൻഡൻസ് കുറയും. അറ്റൻഡൻസ് കുറയുന്ന ടൈമിലോ സെമസ്റ്റർ ടൈം ആകുമ്പോൾ എക്സാം ടൈം ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബോധം വരും. അയ്യോ, അറ്റൻഡൻസ് ഇല്ല, മറ്റേതില്ല, ഇന്റേണൽ ഇല്ല, അസൈൻമെന്റ് ഇല്ല. ആ ടൈമിൽ എക്സാം ടൈമിൽ പിന്നെ ഫുള്ള് ഓട്ടോ ആയിരിക്കും. ഫുള്ള് ഓട്ടം. അസൈൻമെന്റ് ഇല്ല, മറ്റേതില്ല എന്നൊക്കെ പറഞ്ഞ് ഒടുക്കത്തെ ഓട്ടമായിരിക്കും. അത് ആരായാലും ഓടും. ബിടെക്കിലുള്ള ആരായാലും ഓടുന്ന ടൈമാണ് ഈ എക്സാം വരുന്ന മുന്നേ. എക്സാം ഇപ്പം നാളെ എന്ന് വിചാരിച്ചാൽ ഒരു മാസം മുന്നേ ഓടാൻ തുടങ്ങും. എന്നാലേ ഈ കാര്യങ്ങളൊക്കെ സെറ്റായി എക്സാം എഴുതാൻ പറ്റും. കൺഡൊണേഷൻ എന്ന് വെച്ചാൽ നോർമലി ബിടെക് പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ കൺഡൊണേഷൻ വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ അറ്റൻഡൻസ് കുറവാണ്. നമുക്ക് മെയിൻലി എക്സാം എഴുതാൻ 75% അറ്റൻഡൻസ് വേണം. സെമസ്റ്റർ എക്സാം എഴുതാൻ വേണ്ടി എൻജിനീയറിംഗിൽ. അതിൽ നമുക്ക് കുറവാണെങ്കിൽ ഇപ്പം ഒരു 60% ഉള്ളതെന്ന് വെച്ചോ, മിനിമം 60% വേണം കൺഡൊണേഷൻ അടയ്ക്കാൻ വേണ്ടി. മിനിമം ഒരു 60% ഉള്ളൂ. നമുക്ക് കൺഡൊണേഷൻ അടയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. എത്ര സബ്ജക്റ്റ്, ഇപ്പം എല്ലാ സബ്ജക്റ്റിനും 60% ഉള്ളൂ, നമുക്ക് കൺഡൊണേഷൻ അടയ്ക്കാം. പക്ഷേ ബിടെക്കിൽ വെറും 2 കൺഡൊണേഷൻ ഉള്ളൂ. 2 കൺഡൊണേഷൻ. എൻ്റെ ഒരു കൺഡൊണേഷൻ നോർമലി ബിടെക് ഫസ്റ്റ് സെമസ്റ്ററിൽ പോയതാണ്. പിന്നെ 5th സെമസ്റ്ററിലും പോയി. 2 എണ്ണം ഓൾറെഡി പോയി. ഇനി എനിക്ക് കൺഡൊണേഷൻ അടയ്ക്കാൻ പറ്റൂല. മനസ്സിലായോ? അറ്റൻഡൻസ് കുറഞ്ഞാലും അടയ്ക്കാൻ പറ്റൂല ഇനി. അതുകൊണ്ട് നിങ്ങൾ ബിടെക് പഠിക്കാൻ വരുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അടിച്ച് പൊളിച്ചോ ലൈഫൊക്കെ. ഈ കോളേജിന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അടിച്ച് പൊളിച്ച് നമുക്ക് പരിപാടിക്ക് സെറ്റായി, ഗേൾ ഫ്രണ്ടൊക്കെ സെറ്റായി കറങ്ങാൻ പോകും എന്നുള്ള വൈബിലൊക്കെ ആയിരിക്കും കുറേ എണ്ണം വരുന്നത്. പഠിക്കാം എന്നുള്ള രീതിയിലൊക്കെ വരും. പക്ഷേ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കത്തില്ല. നോർമലി മിനിമം നിങ്ങൾ അറ്റൻഡൻസ് ഒരു 75% മിനിമം ആക്കി വെച്ചിട്ട് വേണം കറങ്ങാൻ പോക്കലും സിനിമ കാണാൻ പോക്കലും ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോകാനും. ഇതൊക്കെ നോർമലി എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന ഓർത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. നോർമലി ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വരുമ്പം നിങ്ങൾ കൂടുതൽ അടിച്ചു പൊളിക്കാതെയും മറ്റേ കാര്യത്തിനും പോകാതെയും നോർമലി നിങ്ങൾ പോയിക്കോ. നിങ്ങൾക്ക് മാക്സിമം ഫ്രീഡം ഉണ്ട്. ഏത് കോളേജിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീഡം കാണും. പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ 75% അറ്റൻഡൻസ് മിനിമം ഇതിൽ വേണം, നമ്മുടെ അറ്റൻഡൻസ് ബോഡി വേണം. ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റൂല എന്ന് പറയും. അന്നേരം എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൺഡൊണേഷൻ അടയ്ക്കും. അവിടെ 2 എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ 75% ആക്കി വെക്കുക. അല്ലെങ്കിൽ പണി പാളും. മനസ്സിലായോ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിക്കോ അല്ലേ, എവിടെ വേണമെങ്കിലും പോയിക്കോ, അത് സീനൊന്നുമില്ല. പിന്നെ കൺഡൊണേഷൻ അടയ്ക്കാനോ ആരുടെ സൈൻ വേണം? പഠിപ്പിക്കുന്ന മിസ്സിൻ്റെ സൈൻ വേണം, അഡ്വൈസറിൻ്റെ സൈൻ വേണം. അഡ്വൈസറിൻ്റെ മേലെ ഇരിക്കുന്ന HOD ആണ്, HODയുടെ സൈൻ വേണം. HODയുടെ മേലെ ഇരിക്കുന്ന പ്രിൻസിപ്പാളിൻ്റെ സൈൻ വേണം. ഇവരുടെ ഈ മിസ്സന്മാരുടെയും ഈ സാറിൻ്റെയും ഒക്കെ സൈൻ വേണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. 2 ദിവസത്തെ ഓട്ടം കാണും. മറ്റേ മിസ്സന്മാരുടെ കിട്ടാൻ ഭയങ്കര സിമ്പിളായിരിക്കും. ഏതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സന്മാരുടെ ഇപ്പം അറ്റൻഡൻസ് ഒരു സബ്ജക്റ്റിന് അറ്റൻഡൻസ് കുറവാണ്, അത് എഴുതി ആ മിസ്സിൻ്റെ സൈൻ ആണെങ്കിൽ അപ്പം തന്നെ ഇട്ട് തരും. പക്ഷേ അഡ്വൈസറിൻ്റെയും സൈൻ ഇട്ട് തരും. ചിലപ്പോൾ HOD ചിലപ്പം കാണൂല, ചിലപ്പോൾ ആബ്സെൻ്റ് ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് വരുത്തോന്ന് പറയും. നമ്മൾ പണി മാറും. അവിടെ HOD ഇല്ലാതെ സൈൻ എങ്ങനെ കിട്ടും? അതുകൊണ്ട് നിങ്ങൾ മിനിമം അറ്റൻഡൻസ് നോക്കി നടക്കുക. അതുപോലെ തന്നെ HODയുടെ മിസ്സിൻ്റെ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രിൻസിപ്പാളിൻ്റെ സൈൻ വേണം. പ്രിൻസിപ്പാൾ ചിലപ്പം എല്ലാ കോളേജിലും കാണുമെന്ന് അറിയത്തില്ല. എന്നാലും സാറ് വരുന്ന ടൈമിൽ നമ്മൾ പ്രിൻസിപ്പാളിൻ്റെ സൈൻ മേടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടു കൊടുക്കുക. എക്സാം ഹാളിൽ നിന്ന് ഒരു ഒപ്പിട്ട് തരും. ഒപ്പിട്ട് എന്നിട്ട് നമ്മൾ ഞങ്ങൾക്ക് ഇപ്പം ET ലാബ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. TKM പഠിക്കുക TKM കോളേജിൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ET ലാബ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആപ്പിൽ ഈ സൈനിട്ട് ഇപ്പം സാറിൻ്റെ സൈന്, പിന്നെ അഡ്വൈസറിൻ്റെ സൈന്, HOD മിസ്സിൻ്റെ സൈന്, പ്രിൻസിപ്പാൾ സാറിൻ്റെ സൈന്, പിന്നെ എക്സാം ഹാളിലെ സൈന്,
ഈ 5 സൈൻ ഉണ്ടായാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതിലാ? ഈറ്റി ലാബിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈറ്റി ലാബിൽ അപ്ലൈ ചെയ്തിട്ട് സീനിയർ അഡ്വൈസറോ അത് HOD അത് അപ്രൂവ് ആക്കും. അപ്രൂവ് ആക്കിയാലേ നമുക്ക് അറ്റൻഡൻസ് കൂടത്തോളൂ. കൂടിയാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ ഇയർ ബാക്ക് ആയിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ പുറകെ വരുന്ന കുറച്ച് പേരാണല്ലോ, അവരുടെ കൂടെ നമുക്ക് എക്സാം എഴുതേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ 75% ആക്കി വെക്കുക. അല്ലെങ്കിൽ ഇത്രയും പേരുടെ സൈൻ ഇട്ട് വരുമ്പം തന്നെ നമ്മൾ കുഴയും. ഒന്നാമത്തെ കാര്യം അതാ, നമ്മൾ മാക്സിമം അടുക്കുമെന്ന് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ വരുമ്പം നിങ്ങൾ മാക്സിമം അറ്റൻഡൻസ് നോക്കുക. ഓക്കെ, പിന്നെ അസൈൻമെൻറ്റും ഇൻറ്റേർണലൊക്കെ വെച്ച് സെറ്റാക്കി വെക്കുക. അറ്റൻഡൻസിനും ഉണ്ട് ഇൻറ്റേർണൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, BTech വരാൻ പോകുന്നവർ ഏത് കോളേജിൽ വരാൻ പോകുന്നവരും ജസ്റ്റ് ശ്രദ്ധിച്ച് വെക്കുക. ഇതൊക്കെയാണ് കാര്യം. ഞാൻ അടച്ചിട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത്ര പേരെ സൈൻ കിട്ടിയിട്ട് പിന്നെ അപ്രൂവ് ആയില്ലെങ്കിലോ അതും പണിയാണ്. പിന്നെ എക്സാം ഹാളിൽ വിളിക്കണം, പിന്നെ മറ്റേ മിസ്സിനെ വിളിക്കണം, അത് അപ്ലൈ ചെയ്യാൻ പറയണം, അപ്ലൈ ഓപ്ഷൻ കിട്ടണം, അപ്ലൈ ചെയ്യണം. അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ എക്സാം തലേന്നോ അതിൻ്റെ പിറ്റേന്നോ 2 ദിവസം മുന്നേ ഒക്കെയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അഡ്വൈസർ മിസ്സിനും HOD മിസ്സിനൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന മിസ്സുമാർക്കും ഭയങ്കര എഫോർട്ടായിരിക്കും. നോർമലി മിസ്സുമാർ ഇത് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോളേജിലെ ഓരോ ഡിവിഷനും മിസ്സുമാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മിസ്സുമാരും ഇതുപോലെ ഇട്ട് തരണമെന്നില്ല, ഇട്ട് തരും. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അവരൊരു വർക്കിൽ ഇരിക്കുമല്ല, അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അറ്റൻഡൻസ് കൺട്രാക്ഷൻ അടയ്ക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ കയറി അറ്റൻഡൻസ് സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കിടുന്നൊരു വീഡിയോയിൽ നമുക്ക് എന്തോ പറയണ്ട. നമുക്ക് അവിടെ കുറച്ച് BTechനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. BTech 3G ആണ്, എന്നാലും നമുക്ക് പറയാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.